Good evening, students. In this session, we will study in detail about the secondary lymphoid organs. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിനെ പറ്റി പഠിച്ചു. ഹ്യൂമൻസിൽ കാണപ്പെടുന്ന രണ്ട് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻ ആണ് തൈമസ് ആൻഡ് ബോൺ മാരോ. In case of birds, we have studied that thymus and bursa of Fabricius are the primary lymphoid organ. Primary lymphoid organ പഠിച്ചപ്പോൾ നമ്മൾ അതിൻ്റെ ഫങ്ഷൻ പഠിച്ചു. That is, they help in the proliferation, then differentiation and maturation of cells നമ്മൾ പഠിച്ചു അല്ലേ. അതുവഴി നമുക്കൊരു ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സെല്ലുകൾ നമുക്ക് കിട്ടും. അതായത് ബി സെല്ല് ടി സെല്ലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതും അത് ഒത്തിരി പ്രോളിഫറേറ്റ് ചെയ്യുന്നതും അതേപോലെ അത് മെച്യൂർ ചെയ്യുന്നതായിട്ടുള്ള ഏരിയാസ് ആണ് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് പഠിച്ചു. അപ്പോൾ മെച്യൂറേഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതൊരു ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സെല്ലുകളായി മാറും. പക്ഷേ ഈ ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് സെല്ലുകൾ പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫങ്ഷൻ അത് പ്ലേ ചെയ്യത്തില്ല. They become functionally active only when they reach in secondary lymphoid organs. ഈ സെല്ലുകൾ അതായത് ഇമ്മ്യൂണോ കോമ്പീറ്റൻ്റ് ആയിട്ടുള്ള സെൽസ് അത് പ്രൈമറി ലിംഫോയിഡ് ഓർഗൻസ് നിന്നും അത് സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനിൽ എത്തിക്കഴിയുമ്പോൾ മാത്രമേ അത് ഫങ്ഷണലി അത് ആക്റ്റീവ് ആവത്തുള്ളൂ. ഓക്കെ, സോ സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേര് പെരിഫറൽ ലിംഫോയിഡ് ഓർഗൻസ് എന്നാണ്. Okay, the peripheral or secondary lymphoid organs receive the immunocompetent cells from the primary lymphoid organs for making them functionally active. So, functionally active ആവുന്ന സൈറ്റ് ഏതാ? Secondary lymphoid organ. Some of the secondary lymphoid organs are, first one is spleen, then second is lymph node, then third is MALT. MALT means mucosa associated lymphoid tissue. സ്പ്ലീൻ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടാവും സ്പ്ലീനെ പറ്റിയിട്ട്. നമ്മുടെ സ്റ്റൊമക്കിൻ്റെ സ്റ്റൊമക്ക് ഏകദേശം നമ്മുടെ ബോഡിയുടെ ലെഫ്റ്റ് സൈഡിൽ അബ്ഡോമിനൽ ക്യാവിറ്റിയിൽ കാണപ്പെടുന്ന ഒരു ഓർഗനാണ് സ്റ്റൊമക്ക്. അപ്പോൾ സ്റ്റൊമക്കിൻ്റെ തന്നെ അപ്പർ പോർഷനിൽ കാണപ്പെടുന്ന അപ്പർ സൈഡിൽ കാണപ്പെടുന്ന ഒരു ബീൻ ലൈക്ക് സ്ട്രക്ചറാണ് അല്ലെങ്കിൽ ബീൻ ലൈക്ക് ഒരു ഓർഗനാണ് സ്പ്ലീൻ. ഓക്കെ, സ്പ്ലീൻ അബ്ഡോമിനൽ ക്യാവിറ്റിയിലാണ് കാണപ്പെടുന്നത്. പിന്നെ ലിംഫ് നോഡ്സ് അത് മറ്റൊരു സെക്കൻഡറി ലിംഫോയിഡ് ഓർഗനാണ്. ലിംഫ് നോഡ്സ് ഒത്തിരി സ്ഥലത്തുണ്ട്, ഒരുപാട് റീജിയൻ നമുക്ക് ലിംഫ് നോഡ്സ് കാണാൻ പറ്റും. നമ്മുടെ ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ളൊരു ലിംഫ് നോഡാണ് നമ്മുടെ ടോൺസിൽസ്. നമ്മുടെ കഴുത്തിന് ചുറ്റും തൊട്ട് മുകളിലായിട്ട് ലിംഫ് നോഡ്സ് പ്രസൻ്റ് ആണ്. പിന്നെ അതുകൂടാണ്ട് കഴുത്തിന് ചുറ്റിലും നമുക്ക് ലിംഫ് നോഡ്സ് കാണാൻ സാധിക്കും. ലിംഫ് നോഡിൻ്റെ ഏകദേശം സ്ട്രക്ചറും ഒരു ബീൻ ഷേപ്പ് ഒരു സ്ട്രക്ചർ തന്നെയാണ്. പിന്നെ മാൾട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് കുറവായിരിക്കും. മാൾട്ട് മീൻസ് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. അതായത് നമ്മുടെ മ്യൂക്കോസൽ ലൈനിങ് വരുന്ന റീജിയൻസിലൊക്കെ കാണപ്പെടുന്ന ലിംഫോയിഡ് ടിഷ്യൂ. മ്യൂക്കോസൽ ലൈനിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ എലിമെൻ്ററി കനാല്, ദെൻ റെസ്പിറേറ്ററി കനാലിലൊക്കെ മെയിൻലി ഡൈജസ്റ്റീവ് കനാൽ അല്ലെങ്കിൽ എലിമെൻ്ററി കനാലിന് ചുറ്റുമായിട്ട് നമുക്ക് 4 ലെയേഴ്സ് ഓഫ് സെല്ലുലാർ ലെയേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ല്യൂമനോട് അടുത്തായിട്ട് നമുക്ക്, അതായത് ഇപ്പോൾ ഇത് നമ്മുടെ ഒരു എലിമെൻ്ററി കനാലിൻ്റെ ഒരു ല്യൂമനാണെന്ന് വിചാരിക്കുക. ഓക്കെ, ല്യൂമൻ്റെ തൊട്ട് ചുറ്റിനുമായിട്ട് കാണപ്പെടുന്ന റീജിയനാണ് നമ്മൾ മ്യൂക്കോസ ലെയർ എന്ന് പറയുന്നത്. മ്യൂക്കോസ ലെയറിൻ്റെ തൊട്ട് പിറകിലായിട്ട് സബ്മ്യൂക്കോസയുടെ തൊട്ട് പിറകിലായിട്ട് മസ്കുലാരിസ്, ദെൻ മസ്കുലാരിസിൻ്റെ ഔട്ടർ മോസ്റ്റ് പാർട്ടിൽ നമുക്ക് സെറോസ ലെയർ. അങ്ങനെ 4 ലെയേഴ്സാണ് എലിമെൻ്ററി കനാലിൽ കാണപ്പെടുന്നത്. അപ്പോൾ മ്യൂക്കോസ ലൈനിങ് ആണ് ല്യൂമനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ലെയർ. അപ്പോൾ മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ എന്നാണ് മാൾട്ടിൻ്റെ ഒരു ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ പാത്തജനുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ലെയറാണ് ഈ മ്യൂക്കോസ ലെയർ. അപ്പോൾ മ്യൂക്കോസ ലെയർ നമ്മുടെ എലിമെൻ്ററി കനാലിൽ മാത്രമല്ല നമ്മുടെ റെസ്പിറേഷൻ, അതായത് ബ്രോങ്കായ് വാളിലും ഒക്കെ ഈ മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. അപ്പോൾ ഇൻഫെക്ഷൻ വരാൻ കൂടുതൽ ചാൻസ്, അതേപോലെ തന്നെ യൂറിനറി ട്രാക്റ്റിലും
അവിടേക്ക് ഒത്തിരി ഇൻഫെക്ഷസ് ആയിട്ടുള്ള എന്താണ് പാത്തോജൻ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലിംഫോയിഡ് ടിഷ്യൂസ് ഒത്തിരിയും ആ ഭാഗങ്ങളിൽ കാണപ്പെടുന്നത്. ക്ലിയർ ആയോ? സോ ദി സെക്കൻഡറി ലിംഫോയിഡ് ഓർഗൻസ് ഇൻക്ലൂഡ് സ്പ്ലീൻ, ലിംഫ് നോഡ്സ് ആൻഡ് മാൾട്ട്. മാൾട്ട് തന്നെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നാൾട്ട്, നേസൽ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്, ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്, പിന്നെ ബ്രോങ്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഉണ്ട്. Okay, so we will discuss in detail one by one. Spleen, first one is spleen. As I have already told you that actually spleen is a large encapsulated bean-like organ. This is the structure of spleen. അത് സ്റ്റൊമക്കിൻ്റെ ജസ്റ്റ് മുകളിലായിട്ട് കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് സ്പ്ലീൻ. പിന്നെ സ്പ്ലീന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. ദ ഫസ്റ്റ് പോയിന്റ് ഇസ് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് റെഡ് ബ്ലഡ് സെല്ല്. നമ്മൾ നശിച്ചു പോയ നമുക്കറിയാം അല്ലേ, ബ്ലഡ് സെൽസിൻ്റെ RBC സെല്ലുകളുടെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി 120 days. അപ്പോൾ അത്ര ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ദേ വിൽ ഡൈ ഓഫ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഈ സ്പ്ലീനിൽ വെച്ചിട്ടാണ്. ഓക്കെ, വോൺ ഔട്ട് ആയിട്ടുള്ള RBC സെല്ല് അവസാനം എത്തിച്ചേരുന്നത് സ്പ്ലീനിലാണ്. അപ്പോൾ ഇതിന് ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. സ്പ്ലീനിൻ്റെ ഒരു ഫങ്ഷനാണ് ദാറ്റ് ഇസ് ഡിസ്ട്രക്ഷൻ ഓഫ് RBC സെൽ. അതേപോലെ തന്നെ പ്രൊഡക്ഷനും ഉണ്ട്. ബ്ലഡ് സെൽസിൻ്റെ പ്രൊഡക്ഷൻ, മെയിൻലി പ്ലേറ്റ്ലെറ്റ് സെൽസ്, then granulocytes. Granulocytes include eosinophil, basophil, then neutrophil. ഇതെല്ലാം ഗ്രാനുലോസൈറ്റ്സ് ആണ്. അപ്പോൾ ഗ്രാനുലോസൈറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ, പ്ലേറ്റ്ലെറ്റ്സിൻ്റെ പ്രൊഡക്ഷൻ, അതേപോലെ ലിംഫോസൈറ്റിൻ്റെ പ്രൊഡക്ഷൻ. ലിംഫോസൈറ്റ് ഇൻക്ലൂഡ്സ് B ആൻഡ് T ലിംഫോസൈറ്റ്. ഇതിൻ്റെയൊക്കെ പ്രൊഡക്ഷൻ നടക്കുന്ന ഒരു മേജർ ഒരു റോളും സ്പ്ലീൻ വഹിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ another important immunological role is to act as a filter for bloodstream. ബ്ലഡ്സ്ട്രീമിനായിട്ടൊരു ഫിൽട്ടർ പോലെ ഇത് ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ട്രാപ്പ് ബ്ലഡ് ബോൺ മൈക്രോ ഓർഗാനിസം. ചില പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ട്രാപ്പ് ചെയ്യുകൂടെ സ്പ്ലീൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് സ്പ്ലീനിൻ്റെ ഒരു ഡൈസെക്ഷൻ നമ്മളെടുത്ത് ചെക്ക് ചെയ്യുവാണെങ്കിൽ, ഞാൻ പറഞ്ഞു സ്പ്ലീൻ ഒരു ബീൻ ലൈക്ക് ഷേപ്പ് ഉള്ള ഒരു ഓർഗനാണ്. അതിൻ്റെ ഒരു ഡൈസെക്ഷൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇന്നർ മോസ്റ്റ് ലെയറിലായിട്ട് നമുക്ക് രണ്ട് പാർട്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദ ഫസ്റ്റ് റീജിയൻ ഇസ് റെഡ് പൾപ്പ് റീജിയൻ, ആൻഡ് ഹിയർ യു ക്യാൻ സീ ഇന്നർമോസ്റ്റ് റീജിയൻ ഓഫ് റെഡ് പൾപ്പ്, യു ക്യാൻ ഫൈൻഡ് ദി വൈറ്റ് പൾപ്പ് റീജിയൻ. ഓക്കെ, ഇത് സ്പ്ലീനിൻ്റെ ഒരു ഡൈസെക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കാണുന്നത് റെഡ് പൾപ്പ് റീജിയനാണ്, സ്പ്ലീനിൻ്റെ തന്നെ റെഡ് പൾപ്പ് റീജിയനാണ്. ഇവിടെയാണ്, ഈ റെഡ് പൾപ്പ് റീജിയനിലാണ് ഈ വോൺ ഔട്ട് ആയിട്ടുള്ള RBC സെല്ലുകൾ അക്യുമുലേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 120 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും RBC ഡൈ ഓഫ് ചെയ്യും. അപ്പോൾ അത് വന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് ഈ റെഡ് പൾപ്പ് റീജിയനിലാണ്. വൈറ്റ് പൾപ്പ് റീജിയനിൽ നമുക്ക് ഒത്തിരിയും ലിംഫോസൈറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ലിംഫോസൈറ്റ്സ് ആർ T ആൻഡ് B ലിംഫോസൈറ്റ്സ്. ഓക്കെ, so the white pulp consists of islands of lymphoid tissue containing both T and B lymphocyte, while in case of the red pulp region, actually it serve as an area for the worn out erythrocyte. Okay, so that's about spleen. Next secondary lymphoid organ is lymph node. Lymph nodes, actually they are very small, solid encapsulated structures. Capsulated ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് ലിംഫ് നോഡ്സ്. ലിംഫ് നോഡ്സ് ഒത്തിരി ഉണ്ട് കേട്ടോ. ആൻഡ് ദേ ആർ മെയിൻലി ഫൗണ്ട് ഇൻ ദി ഗ്രോയിൻ, ദാറ്റ് ഇസ് ഗ്രോയിൻ പാർട്ട്, ദെൻ ആംപിറ്റ്സിൽ, പിന്നെ അതേപോലെ മിസെൻട്രീസിൽ നമുക്ക് ലിംഫ് നോഡ്സ് ഒത്തിരി കാണാൻ സാധിക്കും. അതേപോലെ കഴുത്തിൻ്റെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഒരുപാട് ലിംഫ് നോഡ്സ് ഉണ്ട്. ആൻഡ് ദേ പോസസ് ഫോളിക്കിൾസ്. ലിംഫ് നോഡിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരിയും ഫോളിക്കിൾസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഈ ഓരോ ഫോളിക്കിളിൻ്റെ അകത്തും B സെല്ലുകളും അതേപോലെ ഡെൻഡ്രൈറ്റിക് സെൽസ് നമുക്ക് കാണാൻ സാധിക്കും. ഡെൻഡ്രൈറ്റിക് സെൽസ് ആർ നത്തിങ് ബട്ട് ദേ ആർ ഇമ്മ്യൂൺ സെൽസ്. ഓക്കെ, ഫാഗോസൈറ്റോസിസ് ചെയ്യാൻ ശേഷിയുള്ള അല്ലെങ്കിൽ അമീബോയിഡ് ആക്ടിവിറ്റിയാണ് ഈ ഫാഗോസൈറ്റോസിസ്. അപ്പോൾ എൻഗൾഫ് ചെയ്യാൻ, പാത്തോജൻസിനെ എൻഗൾഫ് ചെയ്യാൻ ശേഷിയുള്ള ഒരു ടൈപ്പ് സെല്ലാണ് ഡെൻഡ്രൈറ്റിക് സെൽ. അപ്പോൾ ഡെൻഡ്രൈറ്റിക് സെൽസ് ഈ ലിംഫ് നോഡ്സിൻ്റെ ഫോളിക്കിൾസിൽ നമുക്ക് ഒത്തിരിയും കാണാൻ സാധിക്കും.
Since the follicular area possesses numerous B lymphocytes, this area is called B cell area. അതേപോലെ തന്നെ T cell area ഉണ്ട് കേട്ടോ. B cells മാത്രമല്ല T lymphocytes കൂടെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. കോർട്ടിക്കൽ ലെയറിലാണ് കൂടുതലും നമുക്ക് T cell area അല്ലെങ്കിൽ T lymphocytes ഒത്തിരി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നത്. Okay, then antigens are transported to the lymph nodes through the lymphatic vessel. Here you can see small vessels. കണ്ടോ ഈ കാണുന്നതൊക്കെ lymphatic വെസലുകളാണ്. അപ്പോൾ ഈ lymphatic വെസൽസിൽ കൂടെയാണ് ആൻറ്റിജൻസ് അത് ലിംഫ് നോഡ്സിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ആൻറ്റിജൻസ് ലിംഫ് നോഡിൽ എത്തിക്കഴിയുമ്പോഴേക്കും T and B lymphocytes activated ആകും. They become functionally active and they attack that particular antigen. Okay, അപ്പോൾ ആൻറ്റിജൻസ് എത്തുന്നത് ഈ കാണുന്ന ലിംഫാറ്റിക് വെസൽസിൽ കൂടെയാണ്. ഓക്കെ, അത് എത്തിക്കഴിയുമ്പോഴേക്കും ഇതിൻ്റെ അകത്തുള്ള B and T ലിംഫോസൈറ്റ് അതുകൂടാണ്ട് മറ്റു പല സെല്ലുകൾ ഇമ്മ്യൂൺ സെൽസ്, ഫോർ എക്സാമ്പിൾ ഡെൻഡ്രൈറ്റിക് സെൽസ് എല്ലാം ഫങ്ഷണലി ആക്ടിവേറ്റ് ചെയ്യും. അതേപോലെ തന്നെ പാത്തോജനിക് അറ്റാക്ക് കുറയ്ക്കും. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഞാൻ പറഞ്ഞു മാൾട്ട് അത് മ്യൂക്കോസ ലൈനിങ്ങിലോട്ട് അസോസിയേറ്റ് ചെയ്ത് കാണപ്പെടുന്ന ലിംഫോയിഡ് ടിഷ്യൂ ആണ്. അപ്പോൾ മ്യൂക്കോസൽ ലൈനിങ് എവിടെയൊക്കെ ഉള്ളത്? നമ്മുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ, അതേപോലെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ, അതേപോലെ ജനൈറ്റോ യൂറിനറി ട്രാക്റ്റിലൊക്കെയാണ് നമുക്ക് ഈ ലിംഫോയിഡ് ടിഷ്യൂസ് ഒത്തിരി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിന് കോമൺ ആയിട്ട് നമ്മൾ പറയുന്നത് മ്യൂക്കോസ അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ദിസ് ഇസ് ബിക്കോസ് they are the main site of entry of microorganisms. So എന്തുകൊണ്ടാണ്, വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ്? മാൾട്ടൊക്കെ അതായത് ലിംഫോയിഡ് ടിഷ്യൂസ് ഒക്കെ ഒത്തിരി ഈ ഭാഗങ്ങളിൽ കാണാനുള്ള കാരണം, ദാറ്റ് ഈസ് ബിക്കോസ് ദീസ് ആർ ദ മെയിൻ സൈറ്റ് ഓഫ് എൻട്രി ഓഫ് മൈക്രോ ഓർഗാനിസം കൂടുതലായിട്ട് അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉള്ളത് ഈ മ്യൂക്കോസൽ ലൈനിങ് ഉള്ള റീജിയനിലാണ്. ഓക്കെ, സോ മാൾട്ട് it consists of or it includes NALT, that is nasal associated lymphoid tissue, then bronchus associated lymphoid tissue and gut associated lymphoid tissue. ഇനി നമുക്ക് ഓരോന്നും പഠിക്കാം. nasal associated lymphoid tissue, that it composed of lymphoid tissue at the back of the nose. നാൾട്ട് നോസിൻ്റെ ബാക്കിൽ, അതേപോലെ പാലറ്റിൽ, ടങ് റീച്ച് ചെയ്യുന്ന ആ റീജിയൻ എന്നുള്ള പാലറ്റ് എന്ന് പറയുന്നത്, പാലറ്റ് റീജിയൻ, അതേപോലെ ബേസ് ഓഫ് ദ ടങ്ങിൻ്റെ താഴത്തൊക്കെ നമുക്ക് ഈ ലിംഫോയിഡ് ടിഷ്യൂസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. പിന്നെ ദീസ് ഇൻക്ലൂഡ് മെയിൻലി ടോൺസിൽസ്. സോറി, ഞാൻ നേരത്തെ ലിംഫ് നോഡ്സ് എന്നാണ് ടോൺസിലിനെ പറഞ്ഞത്. ആക്ച്വലി നാൾട്ട്, ടോൺസിൽ ഇസ് എ കൈൻഡ് ഓഫ് നാൾട്ട്. ഓക്കെ, next is BALT, BALT, that means bronchus associated lymphoid tissue. It composed of aggregates of lymphocytes found along the bronchi. നമ്മുടെ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ അതിൻ്റെ ചുറ്റിനുമായിട്ട് മ്യൂക്കോസൽ ലൈനിങ് ഉണ്ട്. ആ ഭാഗങ്ങളിൽ കാണുന്ന ലിംഫോയിഡ് ടിഷ്യൂസ് ആണ് ബ്രോങ്കസ് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ ഓർ BALT. അത് കൂടാണ്ട് തന്നെ നമ്മുടെ ലങ്സിലുള്ള ലോബ്സിലും ഈ BALT പ്രസന്റ് ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഇസ് ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ലിംഫോയിഡ് കോംപ്ലക്സസ് വിച്ച് ഒക്കർ അറ്റ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, ഇപ്പോൾ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ലൈനിങ്ങിൽ മ്യൂക്കോസൽ ലെയർ ഉണ്ട്. അവിടെ നമുക്ക് ഗാൾട്ട് അല്ലെങ്കിൽ ഗട്ട് അസോസിയേറ്റഡ് ലിംഫോയിഡ് ടിഷ്യൂ നമുക്ക് കാണാൻ സാധിക്കും. The primary function of GALT is to protect the body against the microbes entering the body via the intestinal tract. Of course, you know, and it is mainly composed of Peyer's patches, then lymphoid follicles and lymphoid cells. So, GALT is mainly composed of these structures: Peyer's patch, then lymphoid follicle and lymphoid tissue. So, that's all about the secondary lymphoid organ. Secondary lymphoid organs include the spleen, then lymph nodes and MALT. MALT is the these are the three
secondary lymphoid organs. Thank you.